എല്ലാ ഷർത്തും ഫർളും അതൊക്കെ പാലിച്ചിട്ട് ചെയ്യുന്ന കുറച്ച് അമലാണ് കുറവുകൾ കുറേ ഉള്ള അമലുകളേക്കാൾ അള്ളാഹ്ക്കിഷ്ടം. അതാണ് വേണ്ടത്. മൊത്തമായും ചില്ലറയായും 20 മിനിറ്റ് കൊണ്ട് വിത്തറടക്കം തീർത്തു കൊടുക്കുന്ന ഇമാമുമാരെ തറാവീഹിന് പിന്തുടരാൻ നമ്മൾ പോകുന്നത് നമ്മൾ തന്നെ പേടിക്കണം. ചിലയാൾ വിളിച്ചു ചോദിക്കുക, അവിടെ എത്ര മണിക്ക് തറാവി തീരുക? 9:13. ഞാൻ ഇല്ല മോനെ, അതെന്താ ഇവിടെ 9:10 തീരുന്നുണ്ട്. ആരെ ബോധിപ്പിക്കാനാണ് നമ്മൾ ഈ തറാവീഹൊക്കെ നിസ്കരിക്കുന്നത്? അപ്പൊ നമ്മൾ വിചാരിക്കും റമളാനിൽ ഇബ്ലീസിനെ കെട്ടിയിടുന്നില്ലേന്ന്. ഇബ്ലീസിന് തന്നെ കുറേ വിഭാഗം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിലെ മറദത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെയാണ് കെട്ടിയിടുന്നത്. ബാക്കിയുള്ള ഒരു വർക്കൗട്ടാണ്, പണിയെടുക്കും. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും വൽ മുറാദു ബി ഖിയാമി റമളാൻ സ്വലാത്തു തറാവീഹ് വത്തഫഖൽ ഉലമാഉ അല ഇസ്തിഹ്ബാബിഹാ. ഫത്തുൽ ബാരിയിൽ കാണാം. ഇവിടെ തറാവീഹാണ് അത് ഒരു താല്പര്യം. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും ഈമാനോടെ വഹ്തിസാബൻ അള്ളാഹുവിന്റെ പ്രതിഫലം കൊതിച്ചുകൊണ്ട് തറാവീഹ് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അയാളുടെ എല്ലാ തെറ്റും അള്ളാഹ് പുറത്തു കൊടുക്കും. കാര്യമായിട്ട് ഇബ്ലീസ് നമ്മളെ കൊണ്ട് തെറ്റൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ആ തെറ്റ് പൊറുക്കുക എന്ന് പറയുന്നത് ഇബ്ലീസിന് തീരെ ഇഷ്ടമല്ല. അപ്പോൾ തറാവീഹ് മുടക്കാൻ നോക്കും. ഇല്ല എന്ന് കണ്ടാൽ കുറച്ചുറങ്ങിയിട്ട് ഒന്ന് റാഹത്തായി, ഇഫ്താറിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടല്ലോ, 12 മണിക്കാകുമ്പോൾ റാഹത്തോടെ അങ്ങനെയല്ലേ നിസ്കരിച്ചാലും അത് നോക്കും. അങ്ങനെ നമുക്ക് തോന്നും അത് ആയാലും എന്തായാലും വീട്ടിൽ നിന്ന് ഒറ്റക്ക് നിസ്കരിക്കലൊന്നും ഉണ്ടാവില്ല എന്ന് കണ്ടാൽ ഏതായാലും ഏറ്റവും സ്പീഡുള്ള പള്ളി ഏതാണ് എന്ന് നോക്കിയിട്ട് പോകും. ഇതാണ് മൂന്നാമത്തെ കാര്യം. തറാവീഹിനെ സ്പീഡാക്കുക, ഇബാദത്തിനെ സ്പീഡാക്കുക. അതൊരു ചതിയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അന്നേരം നമ്മൾ കരുതണം, ഈ ഇബാദത്ത് ശരിക്കും ആലോചിച്ച് നോക്കി. അള്ളാഹിൻ്റെ മുമ്പിൽ നമുക്ക് 3 സെക്കൻഡ് തല വെക്കാൻ സമയമില്ല. അള്ളാഹ് തന്ന തല 3 തസ്ബീഹ് എല്ലാം സമയമില്ല. 3 റുക്കൂയിൽ 3 തസ്ബീഹ് എല്ലാം സമയമില്ല. സുജൂദിൽ സമയമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മളെ കൊള്ളുക? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവൊക്കെ തറാവീഹ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് 10 ജുസ് ഖുർആൻ ഓതും. എങ്ങനെയെങ്കിലും തീർന്നു കിട്ടണം എന്നല്ല വിചാരിക്കണത്. സ്വഹാബത്തിന്റെ തറാവീഹിനെ കുറിച്ച് കിതാബിൽ കാണാം. ദീർഘമായ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ വൈഫിനോട് വിളിച്ചു പറയും, അത്താഴം എടുത്തു വെക്കട്ടോ, സുബി ഇപ്പം വാങ്ങിക്കൊടുക്കുന്നു. അത്രയും ലോങ് ആയിരുന്നു അവരുടെ തറാവീഹുകൾ. അത് നമുക്ക് കഴിയൂല. പക്ഷെ ആ തറാവീഹ് നമുക്ക് ആഖിറത്തിൽ കിട്ടണം. ചിത്താരി ഉസ്താദ് ഒരിക്കൽ ഈ ഹദീസ് ദർസ് നടത്തുമ്പോൾ പറഞ്ഞെന്ന് ഓർമ്മയുണ്ട്. ബുഖാരിയിലുണ്ട് ഈ ഹദീസ്. എന്തിനാണ് ഇവിടെ വഹ്തിസാബൻ എന്ന് പറയണത്? കൂലി ആഗ്രഹിച്ചിട്ട്, ഏത് കാര്യം അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചിട്ട് ചെയ്യണമെന്നാണല്ലോ. പിന്നെന്തിനാണ് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നത്? അതിന് ഉസ്താദ് ഒരു കിതാബ് ഉദ്ധരിച്ച് പറഞ്ഞത്, പൊതുവിൽ ഏതൊക്കെ കാര്യത്തിൽ വഹ്തിസാബൻ കൂലി ആഗ്രഹിച്ചെന്ന് പ്രത്യേകം ഹദീസിൽ മെൻഷൻ ചെയ്യുന്നുണ്ടോ അതിന് എന്തെങ്കിലും ഒരു താല്പര്യം ഇല്ലാണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയൂല. പ്രധാന താല്പര്യം ഉസ്താദ് പറഞ്ഞത്, പ്രധാന താല്പര്യം ഞാനത് കിതാബിൽ കണ്ടിട്ടൊന്നുമില്ല, ഉസ്താദ് കണ്ടത് തന്നെ നമുക്ക് ധാരാളമാണ്. ഉസ്താദ് കാണട്ടെ കാണാതിരിക്കട്ടെ. ഉസ്താദ് പറഞ്ഞത് ബുഖാരിയുടെ ഒരു വ്യാഖ്യാനം ഉദ്ധരിച്ചിട്ടായിരുന്നു. ഇവിടെ ആ വ്യാഖ്യാനം ഇല്ല. പിന്നെ നമ്മളുടെ പൊതുവിൽ ഉപയോഗിക്കുന്ന വ്യാഖ്യാനമല്ല. ഉസ്താദ് ഉത്തരേന്ത്യയിൽ പഠിക്കുന്ന സമയത്ത് അവിടുന്ന് കണ്ട ഒരു ഇബാറത്തായിരുന്നു ഉദ്ധരിച്ചത്. അന്ന് ഉസ്താദ് പറഞ്ഞിരുന്നത്, ഈ പ്രയോഗം നടത്തുന്ന മിക്ക സ്ഥലങ്ങളും പൊതുവിൽ ആൾക്കാരെല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്ന കർമ്മമായിരിക്കും. ഉദാഹരണത്തിന് മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും റമളാനിൽ നോമ്പോറ്റാൽ, റമളാനിൽ നോമ്പെടുക്കാണ്ടെന്ന മഹാബോറാണ്. ഭാര്യ വീട്ടുകാർ പറഞ്ഞാൽ പിന്നെ ബോറാന്ന്. സ്വന്തം വീട്ടിൽ നിന്ന് ഉമ്മ എന്തായാലും വിടുകയും ചെയ്യില്ല, തെരുവിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒട്ട് കഴിയുകയും ചെയ്യില്ല. അപ്പം പിന്നെ നോമ്പെടുക്കൽ നിർബന്ധമല്ലേ, അങ്ങനെ നോമ്പെടുത്തിട്ട് കാര്യമില്ല. അതാണ് പറയുന്നത്. ഇതേപോലെ തന്നെ തറാവീഹ് ബസ് ഷെൽട്ടറിൽ ഇരിക്കാൻ കഴിയില്ല, ഭാര്യ വീട്ടിലിരുന്നാൽ കളിയാക്കും. കണ്ണൂർ ജില്ല ജാഗ്രത അല്ലേ, ഉറപ്പല്ലേ? സ്വന്തം വീട്ടിൽ നിന്ന് ഉമ്മ എന്തായാലും ചൂടാവും. അപ്പം പിന്നെ തറാവീഹ് പോക്കല്ലാതെ നിവൃത്തിയില്ല അല്ലേ. അങ്ങനെ പോയിട്ട് കാര്യമില്ല, അങ്ങനെ നോമ്പെടുത്തിട്ട്. ഈ പ്രയോഗം വേറൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒരാളുടെ ഭർത്താവ് മരിച്ചു, മക്കളൊക്കെ നോക്കാൻ വേണ്ടി അള്ളാൻ്റെ കൂലി ആഗ്രഹിച്ചിട്ട്, വേണ്ട ഇനിയൊരു കല്യാണമൊന്നും വേണ്ട, എൻ്റെ മക്കളും കൂടി ഞാനും കൂടി ഇല്ലാണ്ടാവണ്ട എന്ന് കരുതിയിട്ട് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് വേറൊന്നും കല്യാണമൊന്നും വേണ്ടെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ അതെന്തിനാ അവിടെ പറയുന്നത്? ഉസ്താദെന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്, ഏതായാലും 4 മക്കളായി, എനിക്കാരും കിട്ടുകയും ചെയ്യില്ല. അങ്ങനല്ല.
സാഹചര്യം മുഴുവനും ഈ ഇബാദത്ത് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നു, അതുകൊണ്ട് ഞാൻ ആ ഇബാദത്ത് ചെയ്യുന്നു എന്ന രീതിയിൽ ഇബാദത്ത് ചെയ്യേണ്ടതില്ല. ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ് തറാവീഹ്. അതാണ് മൻ ഖാമ റമദാന മൻ സ്വാമ റമദാന മൻ ഖാമ ലൈലത്തുൽ ഖദരി എന്ന് പറയുന്നതിൻ്റെ ഒക്കെ താല്പര്യം. വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഒരു ഇബാദത്ത് മുടക്കാൻ ശ്രമിക്കും, ഡിലേ ആക്കാൻ ശ്രമിക്കും, സ്പീഡാക്കിയിട്ട് അതിൻ്റെ കാമ്പ് കളയാൻ ശ്രമിക്കും. ഇത് മൂന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇബ്ലീസ് ഇബാദത്ത് ഏതായാലും ചെയ്യുമല്ലോ മനുഷ്യൻ. അപ്പോൾ ഇബ്ലീസ് ശ്രമിക്കുന്നത് അവൻ്റെ മനസ്സിൽ റിയാ ഇട്ട് കൊടുക്കും. ഇബാദത്ത് ഏതായാലും ചെയ്യും, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിയാ ഇട്ട് കൊടുക്കും. അതുകൊണ്ടാണ് ഖുർആനിൽ ഫഇദാ ഖറഅതൽ ഖുർആന, ശരിക്കും ആ പദത്തിൻ്റെ നേരെ അർത്ഥം ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചൊല്ലണമെന്നാണ്. അതിനൊരു തഫ്സീർ ഉണ്ടല്ലോ. അന്നിനാ ഖുർആൻ ഓതിക്കഴിഞ്ഞിട്ട് അഊദു ഇല്ലെന്ന്. ഓതിക്കഴിഞ്ഞാൽ നമുക്കൊരു തോന്നലുണ്ടാവും, അൽഹംദുലില്ലാഹ് ഈ റമദാനിൽ ഖത്തം തീർത്ത്. ആ വിചാരം വരാതിരിക്കാനാണ് ഫഇദാ ഖറഅതൽ ഖുർആന എന്ന് പറഞ്ഞതെന്ന് മുഫസ്സിറുകളിൽ ചിലർ നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ താല്പര്യം ഫഇദാ അറദ്ത അൻ തഖറഅൽ ഖുർആന എന്നുള്ളതാണ്. എന്നാലും ഏത് ഇബാദത്ത് ചെയ്താലും അതിന് ശേഷം ഒരു റിയാ ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കും. അതുകൊണ്ടാണ് ചിലർ ഫോണ് എടുത്തിട്ട് അല്ലാഹ് മിസ് കോൾ ഉണ്ടല്ലോ അങ്ങോട്ട് തിരിച്ചു വിളിക്കും. അബീബേ ഞാനേ നിങ്ങൾ നേരത്തെ വിളിക്കുമ്പോൾ ഖുർആൻ ഓതുകയായിരുന്നു. അത് പറയേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടില്ല, ഒരാവശ്യമില്ല. എന്തിനാ ഇപ്പം അത് പറഞ്ഞത്? അത് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്താ കാര്യം? എന്തായാലും കാര്യം എന്താ? പിന്നെ വോയിസ് വയ്ക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടൊക്കെ അല്ലേ കഴിഞ്ഞ റമദാനിൽ 8 ഖത്ബ് തീർക്കും. ഈ പ്രാവശ്യം 6 ആയിട്ടുള്ളൂ. 8ഉം 6ഉം എത്രയും കണക്കൂട്ടാൻ അറിയില്ലേ? പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തിന്? എന്തായതിനെ കൊണ്ട് കാര്യം? റിയാ ഇട്ട്. എനിക്ക് ഉസ്താദിൻ്റെ അന്നത്തെ പ്രസംഗം കേട്ടതിന് ശേഷം റിയാ ഇല്ല എന്ന് പറഞ്ഞാൽ ഉസ്താദിൻ്റെയും അമല് പോയി, കേട്ടാളിയും പോയി എന്നർത്ഥം. റിയാ ഇല്ല എന്ന് തോന്നൽ ഒരു റിയാ ആണ്. ഞാനെപ്പോഴും റിയായിൻ്റെ ആളാണോ എന്ന് ചിന്തിക്കണം എന്നുള്ളതാണ് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. ഞാൻ റിയായിൻ്റെ ആളാണോ എന്ന് പേടിക്കണം എന്നാണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലൊക്കെ പുകഴ്ത്തിയാൽ ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തേക്ക് മാറി നിന്നിട്ട് കരയും. റിസാലത്തുൽ ഖുശൈരിയിൽ കാണാം. എന്തിനാ കരയണത്? അള്ളാഹിനോട് പറയും, എൻ്റെ ഉള്ളറിയാത്തതുകൊണ്ട് അവരെന്നെ പുകഴ്ത്തുന്നത്, എൻ്റെ ഉള്ളു നിനക്ക് ശരിക്കറിയാം, അവർ പുകഴ്ത്തിയ കൊണ്ടൊന്ന് എന്നെ പിടിച്ച് ശിക്ഷിച്ചേക്കല്ലേ. സിദ്ദീഖ് അങ്ങക്ക് അങ്ങനെ ഉള്ളും പുറവും വേറെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല മനുഷ്യന്